സ്റ്റാച്യു ഓഫ് ലിബർട്ടി തിരിച്ചു നൽകണമെന്ന് ഫ്രാൻസ് അമേരിക്കയോട് ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ 100ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫ്രാൻസ് അമേരിക്കക്ക് നൽകുന്നത്. 1886 ഒക്ടോബർ 28-നാണ് ന്യൂയോർക്ക് തുറമുഖത്തിൽ വെച്ച് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ കൈമാറ്റം നടക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെയും പ്രചോദനത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായ ലിബർട്ടിയുടെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ലക്ഷക്കണക്കിന് ആളുകളുടെ കഠിന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവ നിർമ്മിക്കപ്പെട്ടത് എന്ന് അന്ന് തന്നെ പറയപ്പെട്ടതാണ്. ഇത് കൈമാറാനുള്ള കാര്യം പറയുന്നത് ഇപ്പോൾ അമേരിക്കക്ക് മൂല്യ തകർച്ച ഉണ്ടായിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാളികൾക്ക് വേണ്ടി, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട അതേ രാജ്യത്തിനകത്ത് ഇന്ന് അസ്വാതന്ത്ര്യത്തിന്റെ വിഷയങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ലോകത്ത് ഏതൊക്കെ രാജ്യത്തിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടോ അവിടെ വേട്ടക്കാരോടൊപ്പം അമേരിക്ക നിൽക്കുന്നു. ഇത് മഹത്തായിരിക്കുന്ന ഈ സാങ്കല്പിക ഈ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ നിഴല് പോലും അമേരിക്കയുടെ നയനിലപാടിനെതിരാണ്. ആയതിനാൽ ഞങ്ങൾക്കത് തിരിച്ചു നൽകണം എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ രാഷ്ട്രീയമായിരിക്കുന്ന വലിയ പ്രതിസന്ധി ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്.